എല്ലാവർക്കും ജയ് ഭീം. ഡോക്ടർ BR അംബേദ്കറുടെ 135ാമത് ജന്മദിനമാണ് ഇന്നലെ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മലപ്പുറം ജില്ലാ ഫ്രറ്റേണിറ്റിയുടെ ഈ ഡോക്ടർ BR അംബേദ്കർ ജയന്തി സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ സംഘടനാ സുഹൃത്തുക്കൾക്ക് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ VTS ഉമ്മർ തങ്ങൾ, അതേപോലെ തന്നെ ഈ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഷമീമ സക്കീർ, സ്വാഗതം ആശംസിച്ച അമീർ യാസിൻ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം ഡോക്ടർ BR അംബേദ്കറിനെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യക്കകത്ത് നമ്മൾ നോക്കിയാൽ ഇന്ത്യയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഇന്ത്യ ഒരു ആഭ്യന്തര സംഘർഷങ്ങളുടെയും പ്രതിസന്ധികളുടെ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു പേരാണ് ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളത്. നമുക്കറിയാം 2014 ഇന്ത്യയിൽ RSS നിയന്ത്രിക്കുന്ന ഒരു ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടം അധികാരത്തിൽ കയറുകയും ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനതകളെ, ദലിതരും മുസ്ലിങ്ങളും പിന്നോക്കക്കാരൊക്കെ ആയിട്ടുള്ള മനുഷ്യർക്കെതിരെ വലിയ അതിക്രമങ്ങൾ തുടരുകയും പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദലിതർക്കെതിരെയും അവരുടെ അവകാശങ്ങൾ ഹനിക്കുകയും അവരെ പൗരത്വത്തിൽ നിന്ന് റദ്ദ് ചെയ്യുകയും അവർക്ക് മനുഷ്യനായി പോലും ജീവിക്കാനുള്ള അവകാശമില്ലെന്നുള്ള തരത്തിൽ അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നും രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നുമൊക്കെ പുറന്തള്ളുകയും ഇന്ത്യ വലിയ ആഭ്യന്തര സംഘർഷങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നൊരു പേരാണ് ഡോക്ടർ BR അംബേദ്കറിൻ്റെ. നമുക്കറിയാം NRCCയുടെ ഇപ്പം ആദ്യം തുടങ്ങുന്നത് ഈ പറയുന്ന ബീഫിൻ്റെ പേരിൽ, പശുവിൻ്റെ പേരിൽ, CAയുടെ പേരിൽ, NRCയുടെ പേരിൽ, SIRൻ്റെ പേരിൽ, ഇങ്ങനെ ഇന്ത്യക്കകത്ത് ഇന്ത്യയിലെ പൗരന്മാരുടെ അവകാശങ്ങളെ ഹനിക്കുകയും റദ്ദ് ചെയ്യുകയും കലാപങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നൊരു ഘട്ടത്തിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ അട്ടിമറിക്കുന്ന ഘട്ടത്തിൽ, ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യക്കകത്ത് വലിയ പ്രക്ഷോഭങ്ങൾ, ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ ഇന്ത്യക്കകത്ത് രൂപപ്പെട്ട് വന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ മുന്നേറ്റങ്ങൾ ഡൽഹിയിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും ഈ പറയുന്ന കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും. അപ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റ മനസ്സോടെ ഇന്ത്യയിലെ ഈ ജനാധിപത്യ സമൂഹം, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിലെ ദലിതാദിവാസികൾ വിളിച്ച പേര് ഡോക്ടർ BR അംബേദ്കർ എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേര്? ഇത് നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പം മഹാത്മാഗാന്ധി ആണെങ്കിലും നെഹ്റു ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ അതാത് സർക്കാരുകൾ, അല്ലെ കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ പമ്പ് ചെയ്തിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ ഈ ഐക്കണുകളെ, ഈ നേതൃത്വങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിച്ചെടുത്തത്. പല പരിപാടികളിലൂടെയും സ്റ്റേഡിയവുമായും ഈ എയർപോർട്ടിന് പേരിട്ടും കോളേജുകളിലെ സെൻറ്ററുകളുമായിട്ടൊക്കെ. അങ്ങനെയുള്ള ഒരാളാണോ ഡോക്ടർ BR അംബേദ്കർ? സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണോ ഡോക്ടർ BR? അല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേര്? ഇന്ത്യൻ ജനാധിപത്യം ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഒക്കെ തന്നെ, ഇന്ത്യയിലെ ആദിവാസികൾ, ദലിതരൊക്കെ ഉൾപ്പെടെയുള്ള മനുഷ്യർ അവർ വലിയ ജനാധിപത്യ പ്രതിസന്ധി നേരിട്ട സമയത്ത് വളരെ സ്വാഭാവികമായി ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേരാണ് ഉയർന്നു വന്നത്. ഇന്ത്യക്കകത്ത്, ഇന്ത്യയിലെ എല്ലാ പ്രക്ഷോഭങ്ങൾക്കകത്തും നമ്മൾ ഉയർത്തിപ്പിടിച്ചതെന്ന് പറഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരു നേതാവിൻ്റെയും പേര്, നമ്മൾ ലാൽ സലാം എന്ന് വിളിച്ചു, ജയ് ഭീം എന്ന് വിളിച്ചു, നമ്മളെന്തുകൊണ്ടാണ് ഇന്ത്യയിലെ നമ്മളെന്തുകൊണ്ടാണ് ഗാന്ധിയെ എടുക്കാഞ്ഞ്? നമ്മളെന്തുകൊണ്ടാണ് നെഹ്റുവിനെ? നമ്മൾ ഇന്ന് ദൈനംദിനം നേരിടുന്ന നമ്മുടെ ജീവിത പ്രശ്നമുണ്ട്, നമ്മുടെ രാഷ്ട്രീയ പ്രശ്നമുണ്ട്, നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് വേറൊരു നേതാവിനെയും വേറൊരു മുദ്രാവാക്യവും നമ്മൾ എടുക്കാഞ്ഞത്? എൻ്റെ കാരണം എന്താണ്? ഒറ്റ മുദ്രയേ ഉള്ളൂ. ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിന്
100,000 ഭാഷകളും ഭാഷാന്യൂനപക്ഷങ്ങളും മതന്യൂനപക്ഷങ്ങളും ജാതികളും വർഗങ്ങളും വ്യത്യസ്തതകളായി നിലനിൽക്കുന്ന ഈ ഇന്ത്യ രാജ്യത്തിന് ഒരു ജനാധിപത്യ രാഷ്ട്രമായി അതിജീവിക്കാൻ ഡോക്ടർ BR അംബേദ്കറിൻ്റെ ആശയങ്ങൾക്ക് കഴിയൂ. തറപ്പിച്ച് പറയാം, ഡോക്ടർ BR അംബേദ്കർ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ആദിവാസികളുടെയും ദലിതരുടെയും നേതാവല്ല. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഡോക്ടർ BR അംബേദ്കർ ആരാണ്? അദ്ദേഹം അൺടച്ചബിളാണ്, അദ്ദേഹം ഒരു ദലിതനാണ്. അദ്ദേഹം ആരുടെ നേതാവാണ്? ആദിവാസികളുടെയും ദലിതരുടെയും നേതാവാണ്. അല്ല, ഈ മനസ്സിലാക്കൽ തന്നെയാണ് നമ്മുടെ ഗുരുതരമായ പ്രശ്നം കിടക്കുന്നത്. നോക്കൂ, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്രം രൂപപ്പെടുന്ന ഘട്ടത്തിൽ ഏതാണ്ട് 554ഓളം ചെറു രാഷ്ട്രങ്ങൾ, രാജഭരണത്തിന് കീഴിലുള്ള രാഷ്ട്രങ്ങൾ, 100 കണക്കിനുള്ള ഭാഷാന്യൂനപക്ഷങ്ങൾ, വ്യത്യസ്ത സമൂഹങ്ങൾ, പരസ്പരം ഒരു ജനതയാണെന്ന് പോലും തോന്നാത്ത തരത്തിലുള്ള സാമൂഹ്യ വിഭാഗങ്ങൾ, ഇവരൊക്കെ ഒരു ജനതയായി ചേർത്ത് നിർത്തുന്ന കാര്യമെന്ത്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തെ ചേർത്ത് പിടിക്കുന്ന ഘടകം എന്താണ്? ഡോക്ടർ BR അംബേദ്കർ, അത് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ, ഞാൻ ഉദ്ദേശിക്കുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കേവലം അതിക്രമം മാത്രമല്ല, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഭരണഘടനാപരമായി തന്നെ നമ്മൾ ഈ രാജ്യത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാ. നമ്മളെ ബീഫിൻ്റെ പേരിലും പശുവിൻ്റെ പേരിലും തല്ലിക്കൊല്ലുന്നത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ അവരെ തല്ലിക്കൊല്ലുന്നത് മാത്രമല്ല, നമ്മുടെ ജീവനുപാധികളെ തകർക്കുന്നത് മാത്രമല്ല, ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളെ പൗരത്വത്തിൽ നിന്ന് നമ്മളെ പുറന്തള്ളുന്നു. ഇതാ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. നിങ്ങൾ ബീഹാറിൽ ഏതാണ്ട് 60 ലക്ഷത്തോളം മനുഷ്യർ SIR-ലൂടെ വോട്ടവകാശത്തിൽ നിന്ന് പുറത്തു പോയെന്ന് വാർത്ത കാണുന്നില്ലേ? ഏതാണ്ട് പശ്ചിമ ബംഗാളിലും 10-40 ലക്ഷം മുകളിൽ മനുഷ്യരിപ്പോൾ പുറത്തു പോയിട്ടുണ്ട്. ആസാമിൽ ഏതാണ്ട് 19 ലക്ഷം മനുഷ്യർ പുറത്തു പോയിട്ടുണ്ട്. ഈ പുറത്തുപോയ മനുഷ്യരൊക്കെ ആരാണ്? ഈ പുറത്തുപോയ മനുഷ്യരാരാണ്? ഇവർ പുറത്തു പോകുമ്പോൾ ഇവരെന്ത് മുദ്രാവാക്യമാണ് പറയുന്നത്? ഈ മനുഷ്യർ തങ്ങളുടെ പൗരത്വത്തെ തന്നെ, നമ്മൾ വളരെ സൂക്ഷ്മതയിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളെ ഇന്ത്യയിലെ ആദിവാസികളും ദലിതരും ഒരുപക്ഷെ അതിജീവിച്ചേക്കും. ജാതിയുടെ ഡിസ്ക്രിമിനേഷൻസൊക്കെ അവർ നേരിടുന്നു. പക്ഷേ ഇന്ത്യൻ ജനത എന്നുള്ള നിലയിൽ, ഇന്ത്യയിൽ 25% വരുന്ന ഈ ജനത ഒരു ജനസമൂഹം എന്നുള്ള നിലയിൽ ചിലപ്പോൾ അതിജീവിച്ചേക്കും. പക്ഷേ ഇന്ത്യയിലെ ഒരു സാമൂഹ്യ വിഭാഗം എന്നുള്ള നിലയിൽ അതിജീവിക്കാൻ കഴിയാതെ പോകുന്ന കുറേ മനുഷ്യരുണ്ട്, മുസ്ലിങ്ങൾ മാത്രമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ മനുഷ്യരൊക്കെ തന്നെ അവരുടെ പൗരത്വത്തിൽ നിന്നും ഭരണഘടനാപരമായ അവകാശത്തിൽ നിന്നൊക്കെ പുറത്തു പോകുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ BR അംബേദ്കറിനെ അവർ മുറുകെ പിടിക്കുന്നത്? ഇന്ത്യക്കകത്ത് ഒരു ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കുമ്പോൾ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾക്കും മനുഷ്യർക്ക് അവരുടെ പൗരത്വത്തെ ഉറപ്പിക്കാനും അവരുടെ അവകാശങ്ങളെ ഉറപ്പിക്കാനും അവരുടെ സാമൂഹ്യ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കാനും അവർക്ക് മനുഷ്യനായി അന്തസ്സായി അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരു ആശയം എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ഇന്ത്യയിലെ ഈ പറയുന്ന 100 കണക്കിനായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ സാമൂഹ്യ പുറന്തള്ളലിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത അവകാശങ്ങൾ ഉറപ്പിച്ചതുകൊണ്ടാണ് ഇന്ത്യ ആഭ്യന്തര സംഘർഷങ്ങളില്ലാതെ, ഇന്ത്യ കലാപങ്ങളില്ലാതെ ഇന്ന് അതിജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കാശ്മീരിലെ മനുഷ്യരും ഈ പഞ്ചാബിലെ മനുഷ്യരും ഈ മധ്യ ഇന്ത്യയിലെ മനുഷ്യരും ഈ നോർത്ത് ഈസ്റ്റിലെ മനുഷ്യരും ഈ കേരളത്തിലെ മനുഷ്യരും സൗത്ത് ഇന്ത്യയിലെ മനുഷ്യരും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ഭാഷയിൽ, സംസ്കാരത്തിൽ, ആചാരവിശ്വാസത്തിൽ എവിടെങ്കിലും എന്തെങ്കിലും സാമ്യമുണ്ടോ? നിങ്ങൾ ലോകത്തെ ഏത് രാഷ്ട്രം വേണമെങ്കിലും നോക്കിക്കോ. ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ 1-2 ജനതയെ വരുള്ളൂ.
തദ്ദേശീയ ജനസമൂഹങ്ങളായിട്ടും ദേശീയ ജനതയായിട്ടും ഒക്കെ 2-3 ജനസമൂഹങ്ങളെ വരുള്ളൂ. അല്ലെങ്കിൽ 2-3 ഭാഷയായിരിക്കും വരിക, അല്ലെങ്കിൽ 2-3 കൾച്ചർ. നിങ്ങൾ ഏത് രാജ്യം വേണമെങ്കിലും എടുത്തു, യൂറോപ്യൻ കൺട്രിയോ അറബ് കൺട്രികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആഫ്രിക്കൻ കൺട്രീസോ ഏത് വേണമെങ്കിലും എടുത്തു. എന്നിട്ട് തന്നെ ആ രാഷ്ട്രങ്ങൾക്കകത്ത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും നടക്കുന്നത്. ഇന്ത്യക്കകത്ത് ഇപ്പം നോർത്ത് ഈസ്റ്റിലെ മനുഷ്യർ അവർ ഇന്ത്യക്കാരാണെന്ന് പോലും വിശ്വസിക്കുന്നില്ല. ഈ നോർത്ത് ഈസ്റ്റിൽ പോയിട്ടുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, അവരൊരിക്കലും ഇന്ത്യക്കാരാണെന്ന് പോലും വിചാരിക്കുന്നില്ല. കാശ്മീരിലെ മനുഷ്യർ വേറെ തന്നെ ഒരു ഐഡൻറ്റിറ്റിയാണ്. മധ്യ ഇന്ത്യയിൽ വരുന്ന ആദിവാസികൾ അവർ വേറെ തന്നെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഈ സൗത്ത് ഇന്ത്യയിലെ മനുഷ്യർ, ഇവരെയൊക്കെ ഈ കൂട്ടി യോജിപ്പിച്ച് നടത്തുന്ന പ്രത്യേക ഘടകം എന്താണ്? ഈ മനുഷ്യരെ ഒരു ജനത എന്ന നിലയിൽ, ഒരു രാഷ്ട്രത്തിനകത്തൊരു ജനത എന്നുള്ള നിലയിൽ ചേർത്ത് നിർത്തുന്ന ഘടകം എന്താ? നീ ഒന്നും വേണ്ട, ആദിവാസികളും ദലിതരും തന്നെ എടുത്തോ. ഈ ആദിവാസികളും ദലിതരും തമ്മിൽ എന്തെങ്കിലും ഒരു ജനസമൂഹം എന്നുള്ള നിലയിൽ എന്തെങ്കിലും സാമ്യതയുണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും സാമ്യതയുണ്ടോ? ഏറ്റവും കൂടുതൽ ദലിതർ താമസിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് പഞ്ചാബാണ്. പഞ്ചാബിൻ്റെ 3 ആളുകൾ ദലിതരാണ്. പൊതുവേ നമ്മൾ ഈ ദലിതന്മാരെ കുറിച്ചൊരു ധാരണ ഉണ്ടല്ലോ, കറുത്ത മനുഷ്യരാണ്, വലിയ പൈസയൊന്നും ഇല്ലാത്ത കറുത്ത മനുഷ്യരാണ് ദലിതരെന്നാണല്ലോ നമ്മുടെ ഒരു പൊതുബോധം. പഞ്ചാബിൻ്റെ 3 ജനത SC ആണ്. ഈ കാശ്മീരിലെ മുസ്ലിങ്ങളില്ലേ, അതിൻ്റെ വലിയ ശതമാനം ട്രൈബ്സാണ്. നമ്മളീ പറയുന്ന നോർത്ത് ഈസ്റ്റ് മുഴുവൻ ആദിവാസികളാണ്. ഈ മനുഷ്യന്മാർ തമ്മിൽ ഭാഷയിലോ സംസ്കാരത്തിലോ ആചാരത്തിലോ എന്തെങ്കിലും സാമ്യതയുണ്ടോ? ഈ മനുഷ്യരെ പിന്നെ ഒരു ജനതയായി ഞങ്ങൾ ദലിതരാണ്, ഞങ്ങൾ ആദിവാസികളാണെന്ന് ചേർത്ത് നിർത്തുന്ന ഘടകം എന്താ? ഞങ്ങൾ മതന്യൂനപക്ഷങ്ങളാണെന്ന് ചേർത്ത് നിർത്തുന്ന ഘടകം എന്താ? അവിടെയാണ് ഡോക്ടർ BR അംബേദ്കർ ദലിതരുടെ ആദിവാസികളുടെ നേതാവല്ല, അദ്ദേഹം ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണ് എന്നുള്ള, ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ദാർശനികനാണ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇന്ത്യയെ ആഭ്യന്തര സംഘർഷങ്ങളില്ലാതെ 100,000 വൈവിധ്യങ്ങളുണ്ടായിട്ട് പിടിച്ചു നിർത്തുന്ന ഏക ഘടകം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ദൂരെ കൂട്ടി കണ്ടുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടെ ഇന്ത്യക്കകത്ത് വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായി ഉറപ്പിച്ചെടുത്ത അവകാശങ്ങളാണ്. ഇതില്ലായിരുന്നെങ്കിലോ? ഡോക്ടർ BR അംബേദ്കർ ഇപ്പം റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുക്കണമെന്ന് ജിന്ന ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് അംബേദ്കറിനോട് പറയുന്നുണ്ട്, ജിന്നയുടെ സെപ്പറേറ്റ് ഇലക്ടറേറ്റിനോട് നിങ്ങൾ യോജിക്കരുതെന്ന് പറയുന്നുണ്ട്. അംബേദ്കർ പറയുന്നുണ്ട്, ഞാൻ മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കും, ജിന്നയെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ജിന്നയോടും പോയി ഗാന്ധി പറയുന്നുണ്ട്, ദലിതർക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുതെന്ന്. ജിന്ന പറയുന്നുണ്ട്, ഞാൻ അംബേദ്കറിൻ്റെ കൂടെ നിൽക്കും സെപ്പറേറ്റ് ഇലക്ടറേറ്റിന് വേണ്ടി. എന്തിനു വേണ്ടിയാണ്? ഈ ജനതയ്ക്ക് ജനതയായി ഉറപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അവകാശത്തെ ഉറപ്പിച്ചെടുക്കാൻ. നമ്മളിന്ന് നോക്കിക്കുക, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉദാഹരണമായിട്ട് എടുത്തോ. നമ്മൾക്ക് നമ്മുടെ ഏത് ആചാരത്തെയും വിശ്വാസത്തെയും സംരക്ഷിക്കാൻ, നമുക്ക് സ്കൂൾ കോളേജുകൾ നടത്താൻ നമുക്ക് അവകാശം തരുന്നത് എന്താണ്? ആർട്ടിക്കിൾ 29 30 ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ആചാരം നടത്താനും ഏത് തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ പാരമ്പര്യത്തെ കൊണ്ടു നടക്കാനും നമുക്ക് ഉറപ്പ് തരുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണിത്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിളാണ്. മാത്രമല്ല, നിങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയിൽ സ്വന്തമായി സ്ഥാപനം നടത്താനുള്ള അവകാശങ്ങൾ തരുന്നത് ഈ ആർട്ടിക്കിൾ 30 ഇത് ആരാണ് ഈ വകുപ്പ് ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ആരാണ് ഇതിനു വേണ്ടി അസംബ്ലിക്കകത്ത്, നമ്മുടെ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഈ ഹിന്ദുത്വ ശക്തികൾക്ക് എതിരായി ഫൈറ്റ് ചെയ്യുന്നൊരു മനുഷ്യൻ? എന്തുകൊണ്ടാണ് അദ്ദേഹം ഭരണഘടനാപരമായി, ഞാൻ പറയുന്നത് നമുക്ക് നമ്മളിന്ന് അനുഭവിക്കുന്ന മുഴുവൻ അവകാശങ്ങളും ഭരണഘടനാപരമായി ഉറപ്പിച്ചെടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഒരു ജനതയായി, നമ്മൾ ആദിവാസികളോ ദലിതരോ മുസ്ലിങ്ങളോ എന്നൊക്കെ നമുക്ക് ഉറക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ നമ്മളിന്ന് നട്ടല് നിവർന്ന് ഈ രാജ്യത്ത് നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ അവകാശങ്ങളെ ഭരണഘടനാപരമായി ഉറപ്പിച്ചെടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉള്ളതുപോലെ നിങ്ങൾക്ക് എല്ലാ അവകാശങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാ റൈറ്റും ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടിരുന്നെങ്കിൽ നമുക്കിന്ന് എന്താ സംഭവിക്കുക?
നമ്മൾ എന്നെ കൊന്നൊടുക്കിയേനെ. നമ്മളിപ്പോൾ കൊല്ലാതെ നിർത്തിയിരിക്കുന്നത്, നമ്മൾ പൗരത്വത്തിൽ നിന്നും പുറത്തു പോകാതെ ഇപ്പം നിൽക്കിയിരിക്കുന്നത് നമ്മുടെ അവകാശങ്ങളെ നിയമപരമായി ഭരണഘടനാപരമായി അദ്ദേഹം ഉറപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ഏറ്റവും അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ്, ഈ നിയമപരമായ പരിരക്ഷയ്ക്കപ്പുറം മനുഷ്യൻ്റെ അന്തസ്സിനെ, മൂല്യത്തിനെ ഇന്ത്യയിൽ ഉയർത്തിപ്പിടിച്ച ഡോക്ടർ BR അംബേദ്കറിനെ പോലൊരു മനുഷ്യനുണ്ടാവില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ മൊത്തം എടുത്ത് നമ്മൾ അരിച്ചൂറ്റി എടുത്താൽ, അതിനെ ഒരൊറ്റ വാക്കിൽ കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ അന്തസ്സാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്തസ്സുള്ള മനുഷ്യരായി നിലനിൽക്കാൻ പറ്റുന്നത് നമ്മുടെ കർത്തൃത്വത്തെ അംഗീകരിച്ചെടുത്തപ്പെടാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏജൻസിയെ, നമ്മുടെ കർത്തൃത്വത്തെ, അതായത് നമ്മളൊരു ആദിവാസിതരാണ്, നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ ഭാഷാ ന്യൂനപക്ഷങ്ങളാണ് എന്ന് പറയുന്ന ഞങ്ങളുടെ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളുണ്ടെന്നും ഞങ്ങളൊരു ജനതയാണെന്നുള്ള അത് അഭിമാനത്തോട് പറയാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ കർത്തൃത്വത്തെ ഉറപ്പിച്ചെടുക്കാൻ ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ പൊരുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ. ആ അവകാശങ്ങളെ നിയമപരമായി ഉറപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കിന്ന് ഏതെങ്കിലും തരത്തിൽ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എന്നേ ഈ രാജ്യത്ത് നിന്നും പുറന്തള്ളപ്പെട്ടുന്ന അഭയാർത്ഥികളായി മാറുന്ന മനുഷ്യരായി നമ്മൾ മാറിയനും. കാര്യം സ്വാഭാവികമായി നീതി കിട്ടുന്ന ഒരിടമായിരുന്നില്ല ഇന്ത്യ ഇപ്പോഴും. നിങ്ങളത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നോക്കിയിരുന്നാൽ മതി. ഈ ഇന്ത്യയിൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം, ഇപ്പം ഞാനൊരു ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ എടുക്കരുത്. വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യവും പിന്നെ രാഷ്ട്രീയ സാഹചര്യമൊക്കെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുള്ളത്. കാര്യം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏതാണ്ട് 82% പിന്നോക്കക്കാരും ദലിതരും കൺവെർട്ടഡായ മനുഷ്യരാണ്. കേരളത്തിലുമുണ്ട്, പക്ഷേ കേരളത്തിൻ്റെ ഒരു സവിശേഷ കോണ്ടെക്സ്റ്റിൽ ആ ജനത ഒരു ജനതയായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പം നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചേരിയിൽ താമസിക്കുന്ന മനുഷ്യരാരാ? ഏറ്റവും കൂടുതൽ പുറമ്പോക്കിൽ താമസിക്കുന്ന മനുഷ്യരാരാ? 2 ജനവിഭാഗത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഒന്ന് മുസ്ലിങ്ങളാണ്, മറ്റൊന്ന് ദലിതരാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോളനികൾ, ഏറ്റവും വലിയ ചേരികൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെയാണ് ഇന്ത്യയിൽ. ഞാൻ പറയുന്നത് അതൊരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ക്രമത്തിൻ്റെ തുടർച്ചയിൽ സംഭവിച്ചു വന്നത്. ഞാൻ ഈ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ജനവിഭാഗങ്ങളെ, ഈ എന്താ പറയുക, സാമൂഹ്യമായിട്ട് ഏറ്റവും കൂടുതൽ പുറന്തള്ളപ്പെട്ട ഈ മനുഷ്യർക്ക് അവരുടെ അവകാശത്തെ ഉറപ്പിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്കിന്ന് നമ്മളുടെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കറാണ്. ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളുമാണ്. ഇപ്പം നമ്മൾ ഇന്ത്യക്കകത്ത് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളെ അടിച്ചമർത്തുന്ന, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ അവിടെ ഏതെങ്കിലും ഒരു വിഭാഗം നിങ്ങൾ ആക്രമിക്കുകയുള്ളൂ, കുറേ പേരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ ഇന്ത്യക്കകത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താ വെച്ചാൽ, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളാണെങ്കിലും അതിപിന്നോക്കരായ മനുഷ്യരാണെങ്കിലും ദലിതാദിവാസികളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അവർ സാമൂഹ്യമായിട്ട് മേൽക്കോയ്മ നിൽക്കുന്ന മനുഷ്യരുടെ അടിച്ചമർത്തൽ നേരിടുന്നുണ്ട്, സാമൂഹ്യ പുറന്തള്ളൽ നേരിടുന്നുണ്ട്, ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തൽ നേരിടുന്നുണ്ട്, സോഷ്യൽ ക്ലാസിൻ്റെ സമ്പത്തും പവറും കൈയടക്കി വെച്ചിരിക്കുന്ന മനുഷ്യരുടെ അടിച്ചമർത്തൽ നേരിടുന്നത്. നിങ്ങൾ ലോകത്ത് എവിടെ നോക്കിയിരുന്നാൽ ഈ 3 കാറ്റഗറിയെ കാണാൻ പറ്റുള്ളൂ. ഒന്ന് സാമൂഹ്യ മേൽക്കോയ്മ നേടിയ മനുഷ്യർ, 2 സ്റ്റേറ്റ് ഭരണകൂടം എന്ന് പറയുന്നത്, 3 അവിടുത്തെ ഒരു പവർ ക്ലാസ്. ഇവരാണ് നിങ്ങളെ എപ്പോഴും അവിടുത്തെ സമൂഹങ്ങളെ എപ്പോഴും, അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരത്തിൽ പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് അല്ലാത്ത മനുഷ്യരെ അടിച്ചമർത്തുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഉള്ള സവിശേഷ സാഹചര്യം എന്തായാൽ ഈ 3 പേരും ഒരൊറ്റ വിഭാഗമാണ്. ഇന്ത്യയിൽ ആരാണ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും, ഇന്ത്യയിലെ ഈ പറയുന്ന സവർണരും ഈ പറയുന്ന എലൈറ്റ് ക്ലാസ്സുമാണെന്നുള്ളത്. ഇന്ത്യയിൽ ആരാണ് സാമൂഹ്യമായിട്ട് അടിച്ചമർത്തൽ നടത്തുന്നത്? ഇതേ ജാതി വിഭാഗം തന്നെ. ഇന്ത്യയിലെ സോഷ്യൽ ക്ലാസ് ആരെന്ന് പറഞ്ഞാൽ ഇതേ ഭാഗം എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്കകത്ത് നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന, നമ്മളോട് പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
നിങ്ങൾ കേരളത്തിൽ, അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ആക്രമിക്കുന്നത് ആരാണ് നമുക്കറിയാൻ പറ്റില്ല. ഇപ്പം കേരളത്തിലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനൊരു ദിവസം ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ടി വിയിൽ ഭയങ്കര ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള മുസ്ലിങ്ങളെ തെറി പറഞ്ഞുകൊണ്ടുള്ള ചർച്ചയിൽ കേൾക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും RSSകാരനോ സംഖ്യയാണെന്ന് കരുതിയിട്ട് വന്ന് നോക്കുന്ന സമയത്താണ്, ഞാനിങ്ങനെ കുളിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് അത് CPMൻ്റെ ഒരു നേതാവാണ്. അപ്പോൾ ഇത് നമുക്ക് സംഖ്യ ആര് സഖാവ് ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥ. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഏറിയും കുറഞ്ഞും മുസ്ലിം വിരുദ്ധതയും അല്ലെങ്കിൽ ഈ ജാതിബോധവും കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഈ വളരെ ഇസ്ലാമോഫോബിക് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ജാതിബോധത്തിനകത്ത് ഇവർ കൊണ്ടുപോകുന്നത്? കാര്യം ഇവരെല്ലാം ഒരേ സാമൂഹ്യ വിഭാഗത്തിൻ്റെ തുടർച്ചയാണ്. അത് ഇടതായാലും വലതായിരുന്നാലും നീ നടുകഷ്ണമാണെങ്കിൽ ഇവരെല്ലാം തന്നെ ഒരു സാംസ്കാരിക ബോധത്തിൻ്റെ തുടർച്ചയിൽ സംഭവിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ അവർക്കൊരിക്കലും തങ്ങൾ അധികാരപ്പെടുത്തിയിരിക്കുന്ന അധികാരം എന്തെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പുറപ്പെട്ടു പോകുന്ന മനുഷ്യർ നേരിടുന്ന പ്രതിസന്ധി എന്തോന്നും മനസ്സിലാവില്ല. ഇപ്പം നമുക്കറിയാം, ലീഗ് 22 MLA, എനിക്ക് തോന്നുന്നു 20-22 MLA സമയത്ത് അവർ ഒരു അഞ്ചാമതൊരു മന്ത്രിയെ ചോദിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു ഘടന അനുസരിച്ചിട്ട് ലീഗിന് 5 മന്ത്രിമാർക്ക് അവകാശമുണ്ട്. കാര്യം 2-3 MLA ഒരു മന്ത്രി വീതമുണ്ട്. ആ കണക്ക് നോക്കിയാൽ ലീഗിന് 5 മന്ത്രിമാർ ഈസിയായിട്ട് കൊടുക്കാം. നെഞ്ചൽ 6 മന്ത്രിമാരെ കൊടുക്കാം. ഒരു MLA ഈ പറയുന്ന എത്രയോ കേരള കോൺഗ്രസ്സുകാർ 1-2 പേരുള്ള ഒരു മന്ത്രിയെ നടത്തുന്നു. വളരെ പെട്ടെന്ന് മുസ്ലിം ലീഗ് 5-ാം മന്ത്രി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ തീവ്രവാദമായി, ഭീകരവാദമായി, വലിയ പ്രശ്നമായി. ഇതെന്തുകൊണ്ടാണ്? അത് മൊത്തം ഞാൻ പറഞ്ഞത് ഏതെങ്കിലും കോൺഗ്രസ്സോ ഇടതുപക്ഷമോ മാത്രമല്ല, മൊത്തം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഒരു വലിയ ചിന്തയിലേക്ക് വരിക. എനിക്ക് തോന്നുന്നു കേരളത്തിലെ 8-9 ലക്ഷം വരുന്ന ജമാഅത്തുകാർ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിനാരിക്കകത്ത് വളരെ വളരെ മൈക്രോ ന്യൂനപക്ഷമാണ്. 1 ലക്ഷം പേർക്ക് പോലും മെമ്പർഷിപ്പില്ല. ഞാൻ പലരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ജമാഅത്തായിട്ടുള്ളവർ. 5000 പേര് വരില്ല അതിൻ്റെ അകത്ത് കേഡറുകാർ. കേരളത്തിൽ ഇനി എന്ത് സംഭവം ഉണ്ടായിരുന്നാലും അതിൻ്റെ മൊത്തം ഉത്തരവാദി എന്ന് പറയുന്നത് ജമാഅത്തുകാരായിട്ട് മാറിയിട്ടുണ്ട്. എന്താ അതിൻ്റെ റീസൺ? ഇതിൻ്റെ റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് BJPക്കാരനും CPMകാരനും CPIക്കാരനും ഇവരെല്ലാം ഇങ്ങനെ ഈ പറയുന്നതിൻ്റെ കാര്യം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ് ഈ മർദ്ദക രൂപങ്ങൾ, ഈ രാഷ്ട്രീയ രൂപങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം സെയിം ഒന്നായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർക്കിതൊരു പ്രശ്നമായി തോന്നത്തില്ല. നിങ്ങൾ നോക്കിക്കേ, ഈ പിണറായി വിജയൻ്റെ 2ാം മന്ത്രിസഭയിൽ 21 മന്ത്രിമാരിൽ 10 മന്ത്രിമാരും ഒരു ക്യാബിനറ്റ് റാങ്കും നായർ എന്ന് പറഞ്ഞ ഒരൊറ്റ സമുദായമാണ്. 5ാം മന്ത്രിയെ ചോദിച്ചപ്പോൾ വലിയ പ്രശ്നമായെങ്കിൽ ഇത് പ്രശ്നമാവണ്ടേ? 28% ഉണ്ട് മുസ്ലിങ്ങൾ. അവർക്ക് 5ാം മന്ത്രി ചോദിച്ചപ്പോൾ വലിയ പ്രശ്നമായി. 11% ഉള്ളൂ നായന്മാർ. അവർക്ക് മന്ത്രിസഭയുടെ 50%. ഞാനിത് ജാതി പറയുന്നല്ല കേട്ടോ, ഇതിൻ്റെ നമ്മൾ എങ്ങനെയാണ് ഈ ഇന്ത്യ നിലനിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. വിപ്ലവ പാർട്ടിയാണ്, പുരോഗമന പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. പക്ഷേ അവരിലെ 10 മന്ത്രിമാരും നായന്മാരാണെന്നുള്ളതല്ല ഇതിൻ്റെ പ്രശ്നം. ഏറ്റവും ഗുരുതര പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏറ്റവും വലിയ വൻകിട എല്ലാ വലിയ വകുപ്പും, ധനകാര്യം, വ്യവസായം, റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കൃഷി, വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ഇത് ഒറ്റ സമുദായമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ? ഇതിൻ്റെ പകുതി കേരളത്തിൽ കലാപം ഉണ്ടാവും. നമ്മൾ അറിയാതെ പോയൊരു കാര്യമുണ്ടല്ലോ, കേരളത്തിൽ 16% ഉണ്ട് SC. നമ്മൾ പലപ്പോഴും എല്ലാവരുടെയും ധാരണ 10% ഉള്ളതെന്നാണ്. 18% ഉണ്ട് കേരളത്തിലെ ആദിവാസി ദലിതർ. ഏതാണ്ട് 9.8% SCയും 6% ദലിത് ക്രിസ്ത്യൻസും 1.5% ആദിവാസികളും. ഏതാണ്ട് 18% ഉണ്ട്. ഇതിൽ ഈ 16% വരുന്ന ദലിതർക്ക് ഒരു മന്ത്രി ഇല്ലായിരുന്നു ഈ മന്ത്രിസഭയിൽ. ഇതാരെങ്കിലും ദലിതരുടെ സമുദായ നേതാക്കൾ തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞു വന്നു വെച്ചാൽ ഇന്ത്യയുടെ സാമൂഹ്യ ഘടന ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടന ഇങ്ങനെയാണ് നിൽക്കുന്നത്. എന്നിട്ടും നമ്മൾ മനുഷ്യരായിട്ട് അതിജീവിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? നമ്മളൊരു ജനത എന്നുള്ള നിലയിൽ ആർജിച്ചെടുത്ത ഘടകങ്ങൾ കൊണ്ടാണ്. നമുക്ക് നമ്മുടെ അവകാശങ്ങളെ ഭരണഘടനാപരമായി ഉറപ്പിച്ചെടുക്കാൻ പറ്റിയത് കൊണ്ടാണ്. അതിന് ഏറ്റവും കൂടുതൽ നിന്നത്, അതിനുവേണ്ടി
അതിനുവേണ്ടി ഇന്ത്യക്കകത്ത് പണിയെടുത്ത മനുഷ്യൻ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം കേവലം ഒരു ആദിവാസികളുടെയോ ദലിതരുടെയോ നേതാവല്ല. അദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അധികാരത്തിൽ നിന്നും വിഭവങ്ങളിൽ നിന്നും സ്വത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോയ മനുഷ്യരുടെ നേതാവാണെന്ന് മാത്രമല്ല, ഇന്ത്യയെ ആഭ്യന്തര കലാപങ്ങളില്ലാതെ സംഘർഷങ്ങളില്ലാതെ നിലനിർത്തുന്ന, ഇന്ത്യ ഒരു ദേശരാഷ്ട്രമായി നിലനിർത്തുന്ന രാഷ്ട്രതന്ത്രജ്ഞനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ സ്റ്റേറ്റിനെയും നമ്മുടെ ഈ സാമൂഹിക ജീവിതത്തെയൊക്കെ നമ്മൾ പ്രശ്നവൽക്കരിക്കുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റേറ്റ് ഭയങ്കര മർദ്ദക രൂപം തന്നെയാണ്, അത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മേൽക്കോയ്മയും നിലനിൽക്കുന്നുണ്ട്, അതും തർക്കമില്ല. പക്ഷേ ഇതിനെ പരിഹരിക്കാനായിട്ട് ഇന്ത്യക്കകത്തുള്ള കേരളത്തിലെ ഈ പിന്നോക്കക്കാരും മുസ്ലിങ്ങളും ദലിതരും ആദിവാസികളും അതിപിന്നോക്കരുമായ മനുഷ്യരുടെ കയ്യിൽ എന്താണ് അവർക്കുള്ളത് റെമഡി എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ എങ്ങനെയാണിത് പരിഹരിക്കുക? നമ്മൾ ജനാധിപത്യപരമായി ഇന്ന് ഒരുപാട് പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ഉദ്ഘാടനം ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷേ ഇതിനെങ്ങനെ നമ്മൾ പരിഹരിക്കും? ഇത് സ്റ്റേറ്റ് തന്നെ പരിഹരിക്കുമോ? നമ്മൾ വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഈ സ്റ്റേറ്റ് എപ്പോഴും മർദ്ദക രൂപത്തിൽ നിൽക്കുന്നത് നമ്മൾ സൊസൈറ്റിയിലുള്ള ആളുകൾ അടിച്ചമർത്തൽ സ്വഭാവമുള്ളതുകൊണ്ടാണ് നമ്മുടെ ഭരണകൂടവും അടിച്ചമർത്തൽ സ്വഭാവമുള്ളത്. അംബേദ്കറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്, സമൂഹം അതിൻ്റെ രൂപത്തിലും ഘടനയിലും ജനാധിപത്യപരമാണെങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സാമൂഹിക ജീവിതത്തിനകത്ത് നമുക്ക് അപരരായ മനുഷ്യരെ, നമുക്ക് കീഴ്ത്തട്ടിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യരെയും ഏകോദര സഹോദരങ്ങളായി കണ്ടാൽ മാത്രമാണ്, നമുക്കൊന്നിനെയും പുറന്തള്ളാതെ നമ്മൾ സഹോദര തുല്യരായിട്ട് കാണുകയും നമ്മൾക്കൊരു സഹോദരി ബോധം ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ജനാധിപത്യ സർക്കാരിനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സാഹോദര്യമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന പേരും എനിക്ക് തോന്നുന്നു ഈ ഒരു രാഷ്ട്രീയമായുള്ള ബോധ്യത്തിൻ്റെ അകത്ത് തിരഞ്ഞെടുത്തതായിരിക്കണം. കാര്യം അംബേദ്കറിനെ സംബന്ധിച്ച് അംബേദ്കർ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം, ഈ ഒരു ഭരണകൂടമല്ല, ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണകൂട രൂപമല്ല, മറിച്ച് അതൊരു സംയോജിത ജീവിത രീതിയാണ്. സംയോജിത രീതി എന്ന് പറഞ്ഞാൽ ഒരു സാഹോദര്യമുള്ള ജീവിതമാണ് ജനാധിപത്യം എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് സഹോദര തുല്യനായിട്ട് കാണാനും ഏകോദര സഹോദരങ്ങളെപ്പോലെ നമുക്ക് കാണാനും അവരോട് ജനാധിപത്യപരമായ രീതിയിൽ നമുക്ക് പെരുമാറാനും കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ സമൂഹം അടിസ്ഥാനപരമായി ജനാധിപത്യപരമാവുള്ളൂ. നമ്മുടെ സമൂഹം ജനാധിപത്യപരമായി രീതിയിൽ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ മുഴുവൻ സാമൂഹ്യ വിഭാഗങ്ങൾക്കും അവകാശങ്ങൾ ഉറപ്പിക്കാൻ കഴിയുന്ന, അവർക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന, അവരുടെ പൗരാവകാശങ്ങളെയും ഭരണഘടനാപരമായ അവകാശങ്ങളെ ഉറപ്പിച്ചെടുക്കാൻ കഴിയുന്ന മനുഷ്യരായിട്ടും ജനതയായിട്ടും നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതിന് നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടുന്നത്, നമ്മൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ സാഹോദര്യമുള്ള ഒരു സമൂഹത്തിനായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും, ഏത് ജാതി ആയിക്കോട്ടെ മതമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമുക്ക് ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയാൻ കഴിയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുത്താൽ മാത്രമായിരിക്കും നമുക്കൊരു ജനാധിപത്യത്തെ, ഒരു യഥാർത്ഥ ട്രൂ ജനാധിപത്യത്തെ, ട്രൂ ഡെമോക്രസി എന്നൊക്കെ പറയുന്ന ഒരു യഥാർത്ഥ ജനാധിപത്യത്തെ നമുക്ക് ഇന്ത്യക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാത്രമേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഇന്ത്യയിലെ ദലിതർക്കും ഇന്ത്യയിലെ ആദിവാസികൾക്കും അന്തസ്സോടെയും അഭിമാനത്തോടെയും ജനാധിപത്യ അവകാശത്തോടെ ഇന്ത്യക്കകത്ത് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനായി നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് ഫ്രട്ടേണിറ്റിയെ ആശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എന്നെ ഇതിന് വിളിച്ച ഫ്രട്ടേണിറ്റിയുടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.